ദൈവികമായ കാരുണ്യം സമയം ഒഴുകണമേ. ഞങ്ങൾ വേർപെട്ടു പോയ ആത്മാക്കളുടെ മേലെ, കൊറോണ വൈറസ് മൂലം ഈ ലോകത്ത് വേർപെട്ടു പോയവരുടെ മേലെ ദൈവത്തിന്റെ കരുണ വർഷിക്കണം കർത്താവേ. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു വാക്ക് ചൊന്നാൽ മതി സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾ കൃപയുണ്ടാകണം കർത്താവേ. ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുറവുകളോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ. അങ്ങ് കരുണയായിരിക്കണം ഈശോയെ, അങ്ങയുടെ സ്നേഹം ചൊരിയണം ഈശോയെ. നമ്മുടെ കുടുംബത്തിന് മരിച്ചു പോവരെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ. എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെ ഓർത്ത് ലോകമുള്ള സകല ദൈവജനത്തെ ഓർത്ത് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധീകരണാത്മാക്കളുടെ പ്രത്യാശയും പ്രകാശവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണത്തിനു ശേഷം സ്വർഗമുണ്ടെന്ന് ഞങ്ങൾക്ക് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ ദിവസമാണിത്. ഇത് സഹന സഭയുടെ ദിവസം കൂടിയാണ്. വിജയ സഭയുടെ തിരുനാൾ ആഘോഷിച്ചതിന് ശേഷം സഭ ഏറ്റവും അടുത്ത് ആഘോഷിക്കുന്ന മറ്റൊരു തിരുനാളാണ് സഹന സഭയുടെ തിരുനാൾ ദിവസം. എന്താണ് യഥാർത്ഥത്തിൽ സഹന സഭ? മരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ എത്താൻ ദൈവം കൊടുക്കുന്ന ഏറ്റവും അടുത്ത സാധ്യതയാണ് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പെർഗട്ടറി എന്ന് തിരുസഭ നമ്മുടെ മുന്നിൽ പ്രബോധനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രബോധനങ്ങളിൽ ഒരു പ്രബോധനമാണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്. ഏതൊരു ആത്മാവും ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയ കുറവുകളുടെ പേരിൽ സ്വർഗലബ്ധി തടസ്സമാകാതിരിക്കാൻ അവരെ ദൈവം അനുവദിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ, ആ വാസസ്ഥലത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ പെർഗട്ടറി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1031 ഖണ്ഡികകളിൽ കൃത്യമായിട്ട് തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ്: മരിച്ചവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കത്തക്ക യോഗ്യത ഉള്ളവരായിരിക്കുകയില്ല. അതേസമയം ശപിക്കപ്പെട്ട ആത്മാക്കളുടെ ഗണത്തിൽ ഉപേക്ഷിക്കപ്പെടാൻ മാത്രം പാപം എല്ലാവരിലും ഉണ്ടായിരിക്കണമെന്നുമില്ല. അതിനാൽ മരിച്ചവരിൽ ചിലർ ദൈവത്തെ സ്നേഹിച്ചവരായിരിക്കാം, എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൗഹൃദത്തിലും മരിച്ചവർ പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം നിത്യരക്ഷയുടെ ഉറപ്പുള്ള ഒരു സ്ഥലമായി ശുദ്ധീകരണ സ്ഥലത്തെ നേടിയെടുക്കാൻ ആത്മാക്കൾക്കായി കൊടുത്ത വാസസ്ഥലത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ കൃപയാണിത്. ഇപ്രകാരം പറയാറുണ്ട്: സ്വർഗത്തിൻ്റെ സന്തോഷം കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം ശുദ്ധീകരണ സ്ഥലത്തെ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ ശുദ്ധീകരണം വേദനാജനകമായ സ്ഥലമായിട്ടും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അവിടെ സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ആ ഇടങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തിരുസഭ നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുന്ന വലിയ ഒരു സത്യമാണ്. സ്നേഹമുള്ളവരെ, ശുദ്ധീകരണത്തിലെങ്കിലും കയറാൻ ആഗ്രഹിച്ചാലാണ് സ്വർഗത്തിൽ ദൈവത്തെ മുഖാഭിമുഖം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്ന് തിരുസഭ ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കുറവുകൾക്ക് വേണ്ടി സഭയിലെ ദൈവജനം ഒരുമിച്ച് ബലിയർപ്പിച്ച് അവർ അടക്കപ്പെട്ട അവരുടെ കബറിടങ്ങൾക്ക് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നത്. തിരികത്തിച്ചും മനോഹരമായി പൂക്കൾ അലങ്കരിച്ചും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആത്മാക്കളും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണെന്ന്.
അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഈ സ്വർഗവാസികൾക്ക് നമ്മളോട് പറഞ്ഞു വയ്ക്കാനുള്ളത്. സ്വർഗവാസികൾ പ്രാർത്ഥന ആവശ്യമില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധരായവർക്ക് ഇനി പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അവർ ദൈവസന്നിധിയിൽ നമുക്കായി പ്രാർത്ഥിക്കുന്നവരാണ്. നരകവാസികൾക്ക് പ്രാർത്ഥന ഒരിക്കലും പ്രയോജനപ്പെടുകയുമില്ല. നമ്മൾ തിരിച്ചറിയണം, സ്വർഗവാസികൾക്ക് ദൈവത്തെ മുഖാഭിമുഖം കണ്ടവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്നാൽ നരകത്തിൽ കിടക്കുന്ന, നരകത്തിൽ ജീവിക്കുന്നവർക്ക് പ്രാർത്ഥനയുടെ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവരെ സഹായിക്കാനും പറ്റില്ല. കാരണം നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയില്ല. എന്നാൽ ശുദ്ധീകരണത്തിൽ സ്വർഗത്തിൽ പോകാൻ ഒരുക്കപ്പെടുന്ന ഇടങ്ങളിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് ഭൂമിയിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥന വളരെ സഹായകമാണ്. സ്വർഗത്തിലെ മക്കൾക്കും ഭൂമിയിലായിരിക്കുന്ന സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെയും പ്രാർത്ഥന അവർക്ക് വലിയ സഹായമാകും. അതുകൊണ്ട് പഴയ നിയമത്തിൽ 2 മക്കബായരുടെ പുസ്തകം 12-ാം അധ്യായം 43 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ മനോഹരമായ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യൂദാസ് മക്കബിയൂസ് എന്ന് പറയുന്ന ഒരു വലിയ പട്ടാളക്കാരൻ, ഇസ്രായേൽ ജനത്തിൻ്റെ യുദ്ധത്തിന് വേണ്ടി യൂദാസ് മക്കബിയൂസ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പട്ടാളക്കാരുമായി യുദ്ധം ചെയ്യുക. ഈ യുദ്ധത്തിനിടയിൽ തൻ്റെ കൂടെയുള്ള പലരും ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണ്. മരിച്ചു വീണപ്പോൾ യൂദാസിന് മനസ്സിലായി ഇവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ ഇവർക്ക് വേണ്ടി അന്ന് കൂടെയുണ്ടായിരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും അദ്ദേഹം 10,000 കണക്കിന് വെള്ളി നാണയങ്ങൾ ശേഖരിച്ച് ജെറുസലേം ദേവാലയത്തിൽ ഇവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. തിരുവചനത്തിൻ്റെ അവസാനം മക്കബായരുടെ പുസ്തകം 2 മക്കബായരുടെ പുസ്തകം 12 44 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് വചനത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നത്, ഇത് രക്ഷാകരമായ കാര്യമായിട്ട് ദൈവവചനം സ്ഥിരീകരിക്കുന്നു. ആ യൂദാസ് ചെയ്ത ആ കാര്യത്തെ രക്ഷാകരമായൊരു കാര്യമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബലിപീഠത്തിലെ ദൈവം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സത്യം. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെയെല്ലാം ദേവാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലിയർപ്പിക്കപ്പെടുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണമാണ്. കാരണം അവർ വിലപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണത്തിൽ കെടുക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. മരണം എന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ഒരു ജനനമാണ്. മരണം ഒരു ദുഃഖമല്ല, ജനനത്തിൻ്റെ ഒരു സന്തോഷമാക്കി നമ്മൾ മാറ്റണം. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള അകാല മരണങ്ങൾ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത പലരും നമ്മുടെ ഇടങ്ങളിൽ നിന്നും വേർപെട്ടു പോയ വലിയ വേദനകളുടെ കാലഘട്ടത്തിൽ, വലിയ പ്രകൃതി ദുരന്തങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വലിയ വേദനകളോട് നമ്മൾ കടന്നു പോകുന്ന ഈ സമയം, പ്രത്യേകിച്ച് കൗദാശിക സ്വീകരണങ്ങൾ പോലും ലഭിക്കാതെ മരിച്ചുപോയ ഒത്തിരി പേരുണ്ട്. എന്നാൽ അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം അവർ യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണമെന്ന് തിരുസഭ മാതാവ് ഇന്നേ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധനായ അഗസ്തീനോസിനോട് മോണിക്ക പുണ്യവതി മരിക്കും മുമ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്, മകനെ, നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെ എപ്പോഴും ഓർക്കണം. എന്നാൽ മാത്രമാണ് അമ്മയ്ക്ക് ശുദ്ധീകരണത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇത് വിശുദ്ധയായ മോണിക്ക പുണ്യവതി അഗസ്തീനോസിനെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദിവ്യബലി അർപ്പിക്കുന്നതും പ്രാശ്ചിത്യ പ്രവർത്തികൾ ചെയ്യുന്നതും സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും വലിയ പുണ്യപ്രവൃത്തിയാണ്. പരിശുദ്ധമായ പ്രവൃത്തിയായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം അത് കാണുന്നു. കാരണം മരിച്ചവരുടെ വേദനകളെ തിരിച്ചറിഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹനങ്ങൾക്ക് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും രക്ഷപ്പെടുത്തുന്ന ഒരു ആത്മാവ് തീർച്ചയായും നമ്മുടെ ജീവിതത്തോട് കടപ്പെട്ടിരിക്കും. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും അവർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നമ്മൾ അവരെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗസന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരിക്കലും നിഷേധിക്കാത്ത മധ്യസ്ഥമായിരിക്കും അവരുടേത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? 8 വഴികളാണ് നിങ്ങളുടെ മുന്നിൽ അച്ഛൻ പങ്കുവെക്കുന്നത്. ഒന്നാമത്തത്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. പഴമക്കാർ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ സമയക്കുറവ് കൊണ്ട് പ്രാർത്ഥനകൾ വെട്ടിക്കുറച്ചപ്പോൾ ആദ്യം വെട്ടിക്കുറച്ചത് ഈ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബാല്യങ്ങൾ, യൗവനങ്ങൾ പഠിച്ച ഈ പ്രാർത്ഥന ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ? യഥാർത്ഥത്തിൽ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവർക്കൊരു തുള്ളി വെള്ളം പോലെയായിരിക്കും ശുദ്ധീകരണത്തിലെ സഹനത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥനകൾ. രണ്ടാമത്തത്, ആഴ്ചയിൽ ഒരു ദിവസം, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം എല്ലാ പുണ്യപ്രവർത്തികളും സഹനങ്ങളും നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്കായി കാഴ്ചവെച്ചാൽ അത് അവർക്ക് വലിയ ആശ്വാസവും സ്വർഗ്ഗലബ്ധിക്ക് കാരണമാകും. മൂന്നാമത്തത്, ശുദ്ധീകരണ ആത്മാക്കൾക്കായി വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക.
അത് വലിയ ഫലദായകമായ പ്രാർത്ഥനയാണ്. വെറുതെ ബലിയർപ്പിച്ചാൽ പോരാ, വിശുദ്ധിയോടെ ബലിയർപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം നമുക്ക് കൃപ തരും. നാലാമത്തത്, പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുന്ന വ്യക്തികളുണ്ട്. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യത്തിൻ്റെ, സാധിക്കാവുന്ന ബലികൾ അവർക്ക് വേണ്ടി അർപ്പിക്കുക. ബാക്കി നമ്മൾ എന്തു ചെയ്യണം? വിശുദ്ധിയോടെ നമ്മൾ പോയി ബലിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സഹോദരരെ, പണം കൊടുത്ത് ബലിയർപ്പിക്കാൻ കഴിയുന്നവർ അത് നേർച്ചയായിട്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധിക്കാവുന്നത് ബാക്കി നമ്മൾ വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബലിപീഠത്തിൽ ചെല്ലണം എന്നുള്ളതാണ്. പണം കൊടുത്ത് ആരെങ്കിലും ബലിയർപ്പിച്ചാൽ പോരാ, നമ്മൾ തന്നെ ആ ബലിപീഠത്തിൽ ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, അഞ്ചാമതായിട്ട് ധാരാളം ജപമാല ചൊല്ലിയും കുരിശിൻ്റെ വഴി ത്യാഗത്തോടെ ചൊല്ലിയും അതുപോലെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ആറാമതായിട്ട് കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങളിലൂടെ അവരുടെ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഈശോയുടെ തിരുഹൃദയമേ, അവരോട് കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണ തോന്നണമേ എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങളിലൂടെ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഏഴാമതായിട്ട് ശക്തി നിറഞ്ഞ മറ്റൊരു വലിയ പ്രാർത്ഥനയുണ്ട്. അത് വിശുദ്ധ ജത്രൂദിനെ യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: നിത്യനായ പിതാവേ, ഈശോയുടെ ഏറ്റവും പരിശുദ്ധ രക്തം ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് അർപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇത് വിശുദ്ധനായ ജത്രൂദിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എട്ടാമതായിട്ട് അവസാനമായിട്ടും ശുദ്ധീകരണാത്മാക്കൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വഴിയാണ് ജീവിതകാലത്ത് ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അവർക്കായി നമ്മൾ സമർപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. അങ്ങനെ പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോഴും അവരുടെ ആത്മാക്കൾക്ക് അതൊരു കൃപയായി മാറും. സ്നേഹമുള്ളവരെ, ചുറ്റുപാടുള്ള വേദനിക്കുന്നവരെ ഒരു പിടി അരി നീ കൊടുക്കുമ്പോൾ, ഒരു പിടി ഭക്ഷണം കൊടുക്കുമ്പോൾ, അതും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നീ കാഴ്ചവെച്ചോ, തീർച്ചയായിട്ടും നിൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഇപ്രകാരമാണ്: ശുദ്ധീകരണ ആത്മാക്കൾക്കായി സ്വർഗ കവാടം തുറക്കപ്പെടുന്ന താക്കാലാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ നമുക്ക് നിറയാം. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുൻപിൽ എല്ലാം മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബാല്യത്തിൽ തന്നെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭ്രൂണഹത്യ എന്ന മാരകമായ ആ പാപത്തിലൂടെ അമ്മയുടെ ഉദരത്തിൽ പിച്ചി ചീന്തപ്പെട്ട ബാല്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പെട്ടെന്നുള്ള മരണങ്ങളിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന വഴി, ഈ ആരാധന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുക, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ. അവർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അവരെ സ്വർഗത്തിലേക്ക് മാലാഖമാരുടെ ഗണത്തിലേക്ക് കൊണ്ടുപോകണമേ. രണ്ട് കരങ്ങളും യാചനാപൂർവ്വം പിടിച്ച് ഈ ലോകത്തുനിന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് മരിച്ചുപോയവരും ഭ്രൂണഹത്യ എന്ന മാരക പാപം വഴി മരിച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉദരത്തിൽ അറിയാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരെല്ലാം ഓർത്ത് ഈശോയെ ഒന്ന് സ്തുതിച്ച്, കർത്താവേ, അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ, അവരുടെ ജീവിതത്തെ തൊടണമേ. അവരെ സ്വർഗലബ്ധിയിലിരുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അങ്ങനെ ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് കൃപ വർഷിക്കണമേ. യേശുവേ, കരുണാമയ നിന്ദയ തൂകണമേ, ശുദ്ധീകരണാത്മാക്കളുടെ പാപക്കടങ്ങൾ പുറത്തിന്നും സ്വർഗത്തിലേക്കു നയിച്ചിടണേ. കർത്താവേ, എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ക്യാൻസർ എന്ന രോഗം മൂലം മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, പലവിധ അപകടങ്ങളിലൂടെ മരിച്ചുപോയവർ, ബൈക്ക് ആക്സിഡൻറ്റിലൂടെ മരിച്ചുപോയവർ, ഒന്നും ഒരുങ്ങാൻ പോലും കഴിയാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ വീണപ്പോൾ, വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവജനങ്ങളെ ഓർക്കുന്നു. വിശുദ്ധി നഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും മരിച്ചുപോയി, ദൈവത്തെ സ്നേഹിച്ചിട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ. സ്വർഗലബ്ധിക്ക് തടസ്സമായ എന്തെങ്കിലും അവരുടെ വേദനകൾ ഉണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുക,
ഞങ്ങളെപ്പോലെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് പെട്ടെന്നുള്ള അകാല മരണങ്ങളിലൂടെ കടന്നുപോയവര്, പെട്ടെന്നുള്ള രോഗങ്ങൾ മൂലം മരിച്ചുപോയ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ഓർക്കുന്നു. കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗത്തിലേക്ക് അവരെ നയിക്കണമേ. അവരുടെ ജീവിതങ്ങളെ സ്വർഗത്തിലേക്ക് കാർലോ അക്വിറ്റസിനെ പോലെ, മരിയ ഗോരിന്തിയെ പോലെ ചേർത്ത് നിർത്താൻ കരുണയുണ്ടാകണം കർത്താവേ. അങ്ങയുടെ കരുണ ചൊരിയണമേ. രണ്ട് കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി കർത്താവേ, മരിച്ചുപോയ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഈ സമയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടട്ടെ. യേശുവേ, പാപക്കടങ്ങൾ പൊറുത്തിന്നും സ്വർഗ്ഗത്തിലേക്കു നയിച്ചിടണേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കർത്താവേ, പെട്ടെന്ന് അപ്പൻ്റെ അമ്മയുടെ മരണം മൂലം അനാഥരായ കുഞ്ഞുങ്ങൾ, കർത്താവേ, ആ കുഞ്ഞുങ്ങളൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് അവർ സ്വർഗത്തിലെത്തിയ ആ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ കൃപയുണ്ടാകും. വിശുദ്ധിയോടെ ജീവിച്ച ഒത്തിരി മാതാപിതാക്കൾ, എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച അപ്പച്ചനമ്മച്ചിമാർ, അവരൊക്കെ ഓർക്കുകയാണ്. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് അധികം ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് വലിയ ആക്സിഡന്റുകൾ, അപകട മരണങ്ങൾ, കർത്താവെ, അങ്ങനെയൊക്കെ കടന്നുപോയ ആത്മാക്കൾ, കർത്താവെ, ആഗ്രഹിച്ച് ദേവാലയത്തിൽ പോകുന്ന വഴിയിൽ ആക്സിഡന്റിലൂടെ മരിച്ചുപോയവർ, കർത്താവെ, അങ്ങനെയുള്ള മക്കളൊക്കെ ഓർക്കുന്നു. കുമ്പസാരം കഴിഞ്ഞ് കടന്നു പോകുന്ന സമയത്ത് പ്രാശ്ചിത്തം ചെയ്യുന്നതിനിടയിലേക്കും മരിച്ചുപോയവര്, അങ്ങനെ ഓർത്തു പറയണം. ആശുപത്രിയുടെ വരാന്തകളിൽ മരിച്ചുപോയവര്, ആശുപത്രി കിടകളിൽ മരിച്ചുപോയവര്, കർത്താവെ, അങ്ങനെ മരണം വഴി ലോകത്തുനിന്ന് വേർപെട്ടു പോയ എല്ലാ അപ്പച്ചമാരെ അമ്മച്ചിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണം കർത്താവെ, അവരുടെ പേര് കരുണ തോന്നണം. മക്കളെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച്, അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശുവിനെ വിളിച്ച് കരുണ ചൊരിയട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ. യേശുവേ, പാപക്കടങ്ങൾ പൊറുത്തിന്നും സ്വർഗ്ഗത്തിലേക്കു നയിച്ചിടണേ. കർത്താവേ, മരണം വഴി വേർപെട്ടു പോയ വൈദികര്, സന്യസ്തര്, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനി അർത്ഥിനികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ലോകത്ത് നിന്ന് കർത്താവിന് വേണ്ടി സേവനം ചെയ്ത്, പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയവരൊക്കെ ഓർക്കുന്നു. വൈദികരെ ഓർക്കുന്നു, സന്യസ്തരെ, അൽമായ ശുശ്രൂഷ ഓർക്കുന്നു. കർത്താവെ, അങ്ങനെ മരിച്ചുപോയി, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് മരിച്ചുപോയവർ, കർത്താവ്, ഏതെങ്കിലും കുറവുകളുടെ പേരിൽ ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദികരാകാൻ ആഗ്രഹിക്കുന്നതിനിടയിൽ അപകടങ്ങളിലൂടെ മരിച്ചുപോയവര്, സന്യസ്തരാകാൻ ആഗ്രഹിച്ച് ജീവിക്കുന്നതിനിടയിൽ അപകടങ്ങൾ സംഭവിച്ചവര്, രോഗങ്ങൾ വന്ന് മരിച്ചുപോയവർ, ആഗ്രഹങ്ങൾ പോലും പൂർത്തീകരിക്കാൻ പറ്റാതെ മരിച്ചുപോയ വേദനിക്കുന്നവരെ സ്വർഗത്തിന്റെ ആഗ്രഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ കർത്താവെ, എല്ലാ വൈദികരുടെ മേലും സന്യസ്തരുടെ മേലും അഭിമന്യ പിതാക്കന്മാർ മരിച്ചുപോയ എല്ലാവരെയും ദൈവസന്നിധി ഞങ്ങൾ ഓർക്കുന്നു. ലോകം മുഴുവൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ യാചനപൂർവ്വം യേശുവേ എന്ന് വിളിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാം. മക്കളെ, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് മരിച്ചുപോയവര്, നമ്മളെ കുമ്പസാരക്കൂട്ടിൽ അനുരഞ്ജിപ്പിച്ചവര്, നമ്മളെ വഴി നടത്തിയവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, അവരെല്ലാം ഓർത്ത് യേശുവേ കരുണയായിരിക്കണം. ഈശോയെ, യേശുവേ കരുണാമയ, നിന്ദയ തൂകണമേ, ശുദ്ധീകരണാത്മാക്കളുടെ പാപക്കടങ്ങൾ പൊറുത്തിന്നും സ്വർഗ്ഗത്തിലേക്കു നയിച്ചിടണേ. നമുക്ക് ഈശോയുടെ മുന്നിൽ ഏറ്റുചൊല്ലാം.
നിത്യപിതാവേ, നിത്യപിതാവേ, ഈ ദിവസം ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് തിരുകുമാരന്റെ തിരുരക്തം വഴി ലോകത്തുള്ള എല്ലാ കഠിന പാപികൾക്കും അവരുടെ മാനസാന്തരത്തിനും വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകിച്ച് എന്റെ പിതൃഭവനത്തിലും എന്റെ മാതൃഭവനത്തിലും ജീവിച്ച് മരിച്ചു കടന്നുപോയ എല്ലാ വിശ്വാസികളുടെയും എന്റെ സ്വന്തം ഇടവകയിലും രൂപതയിലും എന്റെ സഭയിലും ഈ ലോകം മുഴുവനിലും വിശ്വാസ ജീവിതം നയിച്ച് മരിച്ചു പോയിട്ടുള്ള എല്ലാ പൂർവികരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മറിയം ഔസേപ്പേ, ഞങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് സ്വർഗഭാഗ്യത്തിലേക്കും നയിക്കണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ കരുണാമയാ, നിൻ ദയ തൂകണമേ. ശുദ്ധീകരണാത്മാക്കളുടെ പാപക്കടങ്ങൾ പൊറുത്തിന്നും സ്വർഗ്ഗത്തിലേക്കു നയിച്ചിടണേ. യേശുവേ കരുണാമയാ, നിൻ ദയ തൂകണമേ. ശുദ്ധീകരണാത്മാക്കളുടെ പാപക്കടങ്ങൾ പൊറുത്തിന്നും സ്വർഗ്ഗ